റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ടല്ലേ? അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങൾ നൽകുന്നു. ബിജീഷ്, അവിടെ എന്താണ് സംഭവിച്ചത്? ആ ദൃശ്യങ്ങൾ കണ്ടു. അദ്ദേഹം സംസാരിക്കാൻ നിൽക്കുന്നതിനിടെയാണ് കുഴഞ്ഞ് വീഴുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു? ജിൽസി, ഇത് അദ്ദേഹത്തിന് ചടങ്ങ് ഏകദേശം അദ്ദേഹത്തിന്റെ പ്രസംഗം പൂർത്തിയാക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ കലക്ട്രേറ്റ് മൈതാനിയിലെ പരിപാടിക്കിടെ മന്ത്രി കുഴഞ്ഞു വീഴുകയുണ്ടായത്. ഏകദേശം 8:30യോടുകൂടി തന്നെ മന്ത്രി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തിയിരുന്നു. അത് കഴിഞ്ഞ് ആദ്യം ഇതിനകത്തുള്ള സല്യൂട്ട് സ്വീകരിച്ചതിന് ശേഷം പരേഡ് ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുത്ത് തുടർന്നാണ് അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുന്നതിന്റെ ചടങ്ങിലേക്ക് കടന്നത്. ഇത് പ്രസംഗം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് മന്ത്രിക്ക് ഒരു തലകറക്കം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആംബുലൻസിലേക്ക് മാറ്റി അടുത്ത് നിന്ന് ജില്ലാ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. രാവിലെ ഈ പരിപാടി നടക്കുന്നിടത്ത് നല്ല വെയിലും കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്ഷീണമായിരിക്കും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇത് ഈ രാവിലെയുള്ള വെയില് കൊണ്ടതിന്റെ ഭാഗമായിട്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ മാറ്റിയിരിക്കുകയാണ്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല മന്ത്രിക്ക് എന്ന് ആശ്വസിക്കുന്നു. ഇപ്പോൾ ബിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ വെയിൽ കൊണ്ടതിന്റെ ക്ഷീണമായിരിക്കണം എന്നുള്ളത് കൂടിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളൊക്കെ 10:30യോടുകൂടിയൊക്കെ ഡൽഹിയിലൊക്കെ തുടങ്ങാനിരിക്കുമ്പോൾ വെയിലൊക്കെ പ്രശ്നമാകുമോ? ഇന്ന് ഡൽഹിയിൽ കുറച്ചുകൂടെ ഒരു തണുത്ത കാലാവസ്ഥയായിരിക്കും തോന്നുന്നു. എന്തായാലും മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രസംഗിക്കുന്നതിനിടെയാണ് കുഴഞ്ഞ് വീണിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത ഉണ്ടായി. അതുകൊണ്ട് തന്നെ അടുത്ത് ആളുകളൊക്കെ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞു. എന്തായാലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ വെയിൽ, കടുത്ത വെയിൽ ഉണ്ട് രാവിലെ തന്നെ, അതുകൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും. എന്തായാലും അദ്ദേഹത്തെ ജില്ലാശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ബിജീഷ് ഗോവിന്ദൻ നൽകുന്നത്.